ഇത് ശരിക്കും ആരുടെ കളിയാണ്? ഗൗതമ ബുദ്ധൻ പറഞ്ഞതുപോലെ ആര് തന്റെ മനസ്സ് കീഴടക്കുന്നുവോ അവൻ ഈ ലോകം തന്നെ കീഴടക്കാൻ കഴിയും. അതെ, ആ കളിക്കാരൻ മറ്റാരുമല്ല, നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിന്റെ ചില തന്ത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നാം എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരുമെന്ന് പറയുന്നതിന്റെ പൊരുൾ നോക്കാം. എനിക്കിത് കഴിയില്ല, എനിക്കിത് പേടിയാണ്, ഇങ്ങനെ ചില കാര്യങ്ങൾ നാം തുടർച്ചയായി പറഞ്ഞാൽ അത് പതുക്കെ പതുക്കെ നമ്മുടെ യാഥാർത്ഥ്യമായി മാറുന്നു. ഇതാണ് മനസ്സിന്റെ ഏറ്റവും വലിയ തന്ത്രം. മനസ്സൊരു കുരങ്ങനെ പോലെയാണ്. അത് ഏത് നിമിഷവും ചാടിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാവാം, ചിലപ്പോൾ ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്തലവും ആകാം. നമ്മൾ എന്തെങ്കിലും ചെയ്യാനിട്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു തെറ്റ്, ഒരു ഭയം, ഒരു ദുഃഖം. അതോടെ നമ്മൾ അവിടെ തന്നെ കുടുങ്ങിപ്പോകുന്നു. ശരീരം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ മനസ്സ് എവിടെയാണ്? ശരിയല്ലേ? ഇങ്ങനത്തെ അനുഭവം നമുക്ക് തോന്നാറില്ലേ? സുഹൃത്തുക്കളെ, നിങ്ങളെ ശക്തനാക്കാനും മഹാനാക്കാനും കഴിയുന്നതും ഈ മനസ്സ് തന്നെയാണ്. നമ്മൾ അതിനെ മനസ്സിലാക്കി ദിശാബോധം നൽകുകയും ചെയ്യണം. കാരണം മനസ്സിന് ഏത് നല്ലത് ഏത് ചീത്തതെന്ന് അറിയില്ല. നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ അത് സത്യമായി വിശ്വസിക്കും. മനഃശാസ്ത്രം പറയുന്നു, നമ്മുടെ 95% തീരുമാനങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നാണ് എടുക്കുന്നത്. നാം സ്ഥിരമായി ചിന്തിക്കുന്ന പറയുന്ന കാര്യങ്ങൾ കൂട്ടിവെച്ചാണ് അതേ സാഹചര്യം വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നല്ലത് കൂട്ടിവെച്ചാൽ നല്ലത്, ചീത്ത കാര്യങ്ങളാണ് നാം കൂട്ടിവെക്കുന്നെങ്കിൽ ആ ചീത്ത കാര്യങ്ങളുടെ പരിണിത ഫലം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ആധുനിക ശാസ്ത്രവും ഇത് തന്നെയാണ് പറയുന്നത്. തലച്ചോറിന്റെ വയറിംഗ് ഫയറിംഗ് മൈനസ്. അതായത് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ആയിത്തീരാൻ തുടങ്ങുന്നു. ഓരോ തവണ നാം നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ആ ചിന്തയ്ക്ക് അടിമപ്പെടുന്നു. ഇതാണ് നമ്മുടെ വ്യക്തിത്വമായി മാറുന്നത്. ഇനി ചിന്തിക്കൂ, നമ്മൾ ഈ മനസ്സിന്റെ യജമാനനാണോ അതോ അടിമയോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം സ്വയം കണ്ടെത്തുന്നത് വരെ പുറമേയുള്ള ഒരു മോട്ടിവേഷൻസും ഇൻസ്പിറേഷനും ഫലിക്കില്ല. ഈ വീഡിയോയിൽ ഒരു രഹസ്യം തുറക്കാൻ പോകുന്നു. മനസ്സിനെ കീഴടക്കുക എന്നത് ഒരു മണിക്കൂറത്തെയോ ഒരു ദിവസത്തെയോ പരിശീലനമല്ല. ഇതൊരു യാത്രയാണ്. എല്ലാ ദിവസവും പോരാടേണ്ട ഒരു യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധം വിജയിക്കണമെങ്കിൽ നാം യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ തന്നെ മനസ്സിനെയാണ്. ആ യുദ്ധം ചെയ്യേണ്ട വ്യക്തിയായ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വിജയം ഉറപ്പാകൂ. ഈ യാത്രയിൽ മനസ്സിനെ പരിശീലിപ്പിക്കാനുള്ള 5 ശക്തമായ തന്ത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സോ വാച്ച് ദിസ് വീഡിയോ ഫുൾ. പോസിറ്റീവ് സെൽഫ് ടോക്ക്. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ ആദ്യത്തെ വഴി എന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആണ്. ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നമ്മളോട് തന്നെയാണ്. മീൻസ് സെൽഫ് ടോക്ക്. ഇതാണ് നമ്മുടെ ഭാവിയുടെ ദിശ നിർണയിക്കുന്നത്. മനഃശാസ്ത്രം പറയുന്നു, നമ്മൾ നമ്മളോട് വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ ഉപബോധ മനസ്സ് രേഖപ്പെടുത്തുന്നു. പരാജയത്തിന്റെ ദിശയിൽ ചിന്തിച്ചാൽ, സ്വയം പറഞ്ഞാൽ ഉപബോധ മനസ്സ് അത് കോപ്പി ചെയ്യുന്നു. പരാജയത്തിന്റെ ദിശയിലേക്ക് മനസ്സ് സഞ്ചരിക്കുന്നു, പരാജയം നേടിത്തരുന്നു. പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ ന്യൂറോണുകളെ പുതിയ വഴികൾ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ നാം പറയുമ്പോൾ അതിനുള്ള സാധ്യതകൾ അവ കണ്ടെത്തുന്നു. ബുദ്ധൻ പറയുന്നു, സന്തോഷം നമ്മുടെ സ്വന്തം ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ഊർജം നിറച്ചാൽ പ്രയാസം അനുഭവപ്പെടും. പോസിറ്റീവ് ഊർജം നിറച്ചാൽ എല്ലാ വഴികളും സാധാരണമായി നമുക്ക് തോന്നും. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ വഴി ഗോൾ സെറ്റിംഗ് ആണ്. മനസ്സ് എന്തിനാണ് അലഞ്ഞു നടക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഒരു ജോലി ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്തേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്? ഇതിന് പിന്നിൽ ഒരു ആഴത്തിലുള്ള കാരണമുണ്ട്. മൈനസ് അവ്യക്തത. മനസ്സിന് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയുമ്പോൾ ദിശാബോധം ലഭിക്കുന്നു. ഇത് ഇല്ലെങ്കിൽ വെറുതെ ഓടുന്ന ഒരു കുതിര പോലെയാകുന്നു നമ്മുടെ മനസ്സ്. അതിനാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള രണ്ടാമത്തെ വഴി ലക്ഷ്യനിർണയമാണ്. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നിശ്ചയിച്ച വ്യക്തിയുടെ മനസ്സ് അച്ചടക്കമുള്ളതാകും. ഗൗതമ ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞു, ഒരു വ്യക്തി ഒരു അമ്പ് ലക്ഷ്യത്തിലേക്ക് എയ്യുമ്പോൾ
ആദ്യം അയാൾക്ക് ലക്ഷ്യം എവിടെയാണെന്ന് അറിയണം. അതുപോലെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഒരു മനുഷ്യൻ ആദ്യം തന്റെ ലക്ഷ്യമറിയണം. ആധുനിക മനഃശാസ്ത്രത്തിലും ഇത് വ്യക്തമായി പറയുന്നു. മനഃശാസ്ത്രജ്ഞർ പറയുന്നു, നിങ്ങൾക്ക് ഒരു പ്രത്യേക ലക്ഷ്യം കണ്ടെത്തുമ്പോൾ തലച്ചോറ് ഒരു കേന്ദ്ര ബിന്ദു കണ്ടെത്തുന്നു. ഈ കേന്ദ്ര ബിന്ദു തലച്ചോറിനെ ഒരേ ദിശയിലേക്ക് ചിന്തിക്കുവാനും ആസൂത്രണം ചെയ്യാനും കഠിനാധ്വാനം ചെയ്യുവാനും പ്രേരിപ്പിക്കുന്നു. GPS ലൊക്കേഷൻ ഇല്ലാതെ വഴി കാണിക്കാത്തതുപോലെ ലക്ഷ്യമില്ലാതെ മനസ്സ് നിങ്ങളെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഈ മനസ്സ് നിങ്ങളെ എത്തും. ഇവിടെയാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം വരുന്നത്. ഇത് തലച്ചോറിന്റെ ഒരു പ്രത്യേക സിസ്റ്റമാണ്. ഇത് നമ്മുടെ ലക്ഷ്യവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഉദാഹരണം, എനിക്കൊരു എഴുത്തുകാരൻ ആകണമെന്ന് ആഗ്രഹിച്ചാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പുസ്തകങ്ങൾ, വിവരങ്ങൾ, അങ്ങനെ നമ്മൾ ഓരോന്നും കാണുവാൻ തുടങ്ങുന്നു. ഇത് സത്യത്തിൽ ഒരു മാന്ത്രികതയല്ല. ഇത് നിങ്ങളുടെ ലക്ഷ്യവും തലച്ചോറുമായുള്ള ഒരു ബന്ധമാണ്. ലക്ഷ്യം എങ്ങനെയുള്ളതായിരിക്കണം? ലക്ഷ്യമുണ്ടാക്കിയാൽ മാത്രം പോരാ, അത് വ്യക്തവും ആസൂത്രിതവുമായി തീരണം. എന്നാലേ നമ്മുടെ തലച്ചോറിന് അത് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണമായി, എനിക്ക് വിജയിക്കണമെന്ന് തുടരെ നാം പറയുന്നു. മനസ്സത് കോപ്പി ചെയ്യുന്നു. എവിടെ, എന്തിന്, എപ്പോൾ എന്ന് നാം പറയുന്നില്ല. അവ്യക്തമായതിനാൽ വിജയിക്കണമെന്ന കമാൻഡ് മാത്രമേ നമ്മുടെ തലച്ചോറിന് ലഭിക്കുന്നുള്ളൂ. നമ്മൾ വൈകാരികത നിറയ്ക്കുമ്പോൾ തലച്ചോറിൽ ഡൊപാമിൻ എന്ന രാസവസ്തു കൂടി പുറപ്പെടുവിക്കുന്നു. ഈ രാസവസ്തു നമുക്ക് പോസിറ്റീവ് ഊർജം, സന്തോഷവും പ്രചോദനം നൽകുന്നു. അതായത് ലക്ഷ്യം മനസ്സിനെ തടയുക മാത്രമല്ല, അതിനെ പോകാനുള്ള ശരിയായ പ്രചോദനവും നൽകുന്നു. ചെയ്യുന്നത് ശരിയായ കാര്യമല്ലാത്തപ്പോഴും അത് വിജയിപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സ് വെറുതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ വൈകാരികത തലച്ചോറിൽ നിറയ്ക്കുമ്പോൾ ഡൊപാമിൻ എന്ന രാസവസ്തു കൂടി പുറപ്പെടുവിക്കുന്നു. ഈ രാസവസ്തു നമുക്ക് പോസിറ്റീവ് ഊർജം, സന്തോഷവും പ്രചോദനം നൽകുന്നു. അതായത് നമ്മുടെ ലക്ഷ്യം മനസ്സിനെ തടയുക മാത്രമല്ല, അതിന് പോകാനുള്ള ശരിയായ പ്രചോദനവും നൽകുന്നു. ലക്ഷ്യത്തിൽ തലച്ചോറ് കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മറ്റു കാര്യത്തിൽ ഏർപ്പെട്ടാൽ തലച്ചോർ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നിന്നാണ് മനസ്സിന്റെ മേലുള്ള നമ്മുടെ നിയന്ത്രണം ആരംഭിക്കുന്നത്. ഒരേ ദിശയിലേക്ക് മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ്, ദാഹം ഒന്നും അറിയില്ല. കാരണം ലക്ഷ്യം നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ ശക്തി ഒരു ശീലമാക്കിയാൽ നാം ദിവസവും ചെയ്ത പല കാര്യങ്ങളും അപ്രധാനങ്ങളായി നമുക്ക് തോന്നുകയും മനസ്സ് ലക്ഷ്യത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. ഇതൊരു അത്ഭുതമല്ല, മനസ്സിന്റെ ഒരു ശക്തിയാണ്. ഉദാഹരണമായിട്ട്, ഒരു കാന്തസൂചി ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിയുന്ന പോലെ അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്ന മനസ്സ് നമ്മളിലേക്ക് ഒതുക്കി നിർത്തുവാൻ നമുക്ക് ഇതുകൂടെ സാധിക്കുന്നു. ഗൗതമ ബുദ്ധൻ പറഞ്ഞു, മനസ്സ് വളരെ അസ്ഥിരമാണ്. അതിനെ പരിശീലിപ്പിക്കാൻ എത്ര വലിയ ശത്രുവിനെയും മിത്രമാക്കാൻ കഴിയും. അതിനെ പരിശീലിപ്പിച്ചാൽ എത്ര വലിയ ശത്രുവിനെയും നമുക്ക് മിത്രമാക്കാൻ കഴിയും. ഇവിടെ സെൽഫ് ടോക്ക് ഉണ്ട്, ലക്ഷ്യബോധമുണ്ട്. മനസ്സ് നിയന്ത്രണത്തിലാവണമെങ്കിൽ എവിടെയാണ് ഒന്ന് പോകേണ്ടതെന്ന് നാം സെൽഫ് ടോക്കിലൂടെ പറയുക. പിന്നെ അതിന്റെ വഴി ലക്ഷ്യത്തിന്റെ ആസൂത്രണത്തിലൂടെ കാണിച്ചു കൊടുക്കുക. ഇവിടെ നിന്നാണ് യഥാർത്ഥ ആത്മീക ശക്തിയുടെ യാത്ര ആരംഭിക്കുന്നത്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. നമ്മുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകുന്നത് എപ്പോഴാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? സമയത്തെക്കുറിച്ച് ഒരു പദ്ധതിയുമില്ലാത്തപ്പോൾ, ഒരു ജോലിയും മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാവും പകലും വെറും ഒരു ഓട്ടമായി മാറുമ്പോൾ. യഥാർത്ഥത്തിൽ പ്രശ്നം ടൈം അല്ല, സമയത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. ഇവിടെ നിന്നാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മൂന്നാമത്തെ വഴി ആരംഭിക്കുന്നത്. മൈനസ് സമയം മാനേജ്മെന്റ്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് തിരക്കുള്ളവർ ആകുക എന്നത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു. തിരക്കുള്ളവൻ ആയിരിക്കുക എന്നത് തിരക്ക് മാനേജ് ചെയ്യുന്നവൻ ആയിരിക്കുക എന്നതും ഒരുപോലെയല്ല. ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത് കഴിഞ്ഞ് ക്ഷീണിച്ചു വീഴുകയും മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ സമയത്തെ ഭരിക്കുകയല്ല, സമയം നിങ്ങളെ ഭരിക്കുകയാണ്. സമയം നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് അസ്വസ്ഥവും ഉത്കണ്ഠാഭരിതവും ക്ഷീണിതവുമാകുന്നു.
നമ്മുടെ തലച്ചോർ നന്നായി പ്രവർത്തിക്കുന്നത് അടുത്ത ഘട്ടം എന്താണെന്ന് അതിന് അറിയുമ്പോഴാണ്. മനസ്സിന് ദിശാബോധം വേണം, വ്യക്തത വേണം. ആ വ്യക്തത സമയ മാനേജ്മെന്റിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ഓരോ ജോലിയും നിങ്ങൾ നിശ്ചിത സമയം തീരുമാനിക്കുമ്പോൾ അത് എപ്പോൾ ചെയ്യണമെന്ന് നമുക്ക് അറിയുമ്പോൾ നമ്മുടെ മനസ്സ് സ്വയം ശാന്തമായിരിക്കും. കാരണം എല്ലാം നിയന്ത്രണത്തിലാണ്. അതിനറിയാം, സമയം മാനേജ്മെന്റ് എന്നാൽ വെറുതെ സമയം നോക്കിയിരിക്കുക എന്നതല്ല. ഇതൊരു ശാസ്ത്രമാണ്, കലയാണ്, അതോടൊപ്പം ഒരു പരിശീലനമാണ്. ഇത് നമ്മൾ പരിശീലിച്ചാൽ നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ വിധി, നമ്മുടെ മനസ്സ് എന്നിവ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. ആധുനിക മനഃശാസ്ത്രം പറയുന്നു, നമ്മൾ നമ്മുടെ ദിവസത്തെ ആസൂത്രണം ചെയ്യുകയും അത് പിന്തുടരുകയും ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് ഡൊപാമിൻ എന്ന രാസവസ്തു പുറപ്പെടുത്തുവിടുന്നു. അത് നമുക്ക് സംതൃപ്തിയും സന്തോഷവും നൽകുന്നു. നമ്മൾ ഒരു നേട്ടം കൈവരിക്കുമ്പോൾ, വിജയിക്കുമ്പോൾ പുറത്തുവിടുന്ന രാസവസ്തുവാണ് ഇത്. അതായത് ദിവസവും നമ്മൾ ദിനചര്യകൾ ശരിയായി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് നമുക്കൊരു വിജയിയുടെ അനുഭൂതി നൽകുന്നു. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ഉത്കണ്ഠ ഇല്ലാതാക്കുന്നു, മനസ്സിനെ ശാന്തമാക്കുന്നു. അതുകൊണ്ടാണ് സമയത്തെ ഒരു ഗുരുവായി കാണണമെന്ന് പറയുന്നത്. വേദങ്ങളിൽ പറയുന്നു, സമയമാണ് ഏറ്റവും വലിയ ശക്തി. ഈ ശക്തിയിലൂടെ കൂടെ പഠിക്കുന്ന ഒരാൾക്ക് ഒരു ലക്ഷ്യവും അസാധ്യമല്ല. ഗൗതം ബുദ്ധനും സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. ഒരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, സമയം പാഴാക്കാത്ത വ്യക്തി പൂർണ്ണമായും ജീവിക്കുന്നു എന്ന്. അദ്ദേഹം അത്ഭുതകരമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടരുത്, ഭൂതകാലത്തെക്കുറിച്ച് പശ്ചാത്തലത്തിൽ ജീവിക്കരുത്, ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക. കാരണം ഇവിടെയാണ് ജീവിതം. സമയം മാനേജ്മെന്റ് നമ്മൾ ഇവിടെ എന്ന നിമിഷത്തിൽ കേന്ദ്രീകരിക്കാൻ പഠിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരാൾ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എനിക്ക് മുൻഗണനകൾ തീരുമാനിക്കാനുള്ള കലയെ അറിയില്ല എന്നതാണ്. കാരണം സത്യം ഇതാണ്, നമ്മൾക്ക് എല്ലാവർക്കും ദിവസത്തിൽ 24 മണിക്കൂറാണ്. വ്യത്യാസം അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. ഓരോ മണിക്കൂറിന്റെയും കണക്കുകൾ സൂക്ഷിക്കുക, പൂർണ്ണ ബോധത്തോടെയും ആഴത്തിലും ജീവിക്കാൻ ശീലിക്കുക. നമ്മൾ സമയത്തെ ബഹുമാനിക്കുന്നുവെന്ന് മനസ്സ് കാണുമ്പോൾ മനസ്സ് നമ്മളെ ബഹുമാനിക്കുവാൻ തുടങ്ങും. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള മറ്റൊരു വഴിയാണ് ധ്യാനം. നമ്മുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്, അത് ഉണർന്നാൽ പിന്നെ ഒരു ഉത്കണ്ഠയും ആശയക്കുഴപ്പവും നിലനിൽക്കില്ല. പക്ഷെ ആ ശക്തിയുമായി നമുക്ക് ബന്ധമില്ല. മനസ്സ് അലഞ്ഞു നടക്കുന്ന ഒരു കാറ്റായി മാറിയിരിക്കുന്നു. ചിലപ്പോൾ ഭൂതകാലത്തിലെ പശ്ചാത്താപത്തിൽ കുടുങ്ങിക്കിടക്കുന്നു, ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ മുഴുകിയിരിക്കുന്നു. ഇതാണ് മാനസികാസ്വസ്ഥയുടെയും ഉറക്കമില്ലായ്മയുടെയും ഏകാന്തതയുടെയും ആത്മവിശ്വാസക്കുറവിന്റെയും കാരണം. ഇതൊരു ട്രെൻഡല്ല, പരിശീലനമല്ല, ട്രിക്കല്ല, മറിച്ച് നമ്മുടെ ആത്മാവിന്റെ വാതിലാണ്. അതിലൂടെ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് എത്തുവാൻ കഴിയും. ഓരോ ദിവസവും കുറച്ച് സമയം ധ്യാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമയക്കാം. ശാസ്ത്രവും ഇത് അംഗീകരിച്ചിട്ടുണ്ട്, ബ്രഹ്മജ്ഞാനവും ഇത് സ്ഥിരീകരിക്കുന്നു. ധ്യാനം ചെയ്യുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് പ്രശ്നങ്ങളെക്കാൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് ആ പ്രശ്നത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമാണ്. വ്യക്തത വരുമ്പോൾ ആശയക്കുഴപ്പം ഇല്ലാതാകുന്നു. പിന്നെ ആ പ്രശ്നം മാത്രമേ ഉള്ളൂ. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു, ഒരു വ്യക്തി ഒരു ദിവസം 10 മുതൽ 15 മിനിറ്റ് വരെ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലെ ഉത്കണ്ഠ, ഭയം എന്നിവ നിയന്ത്രിക്കുന്ന ഭാഗമായ അമിത്തലം ചെറുതാകാൻ തുടങ്ങും. ഇത് വ്യക്തിയുടെ വൈകാരിക തലം മെച്ചപ്പെടുത്തുന്നു. അതായത് മുൻപ് നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ചിരുന്ന കാര്യങ്ങളെ ചിന്തിച്ചു തള്ളാനുള്ള ശക്തി ലഭിക്കുന്നു. മുൻപ് ഉറക്കം കെടുത്തിയിരുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ നല്ല ഉറക്കത്തിലേക്ക് നയിച്ചേക്കാമെന്ന്. ധ്യാനം ഒരു കാട്ടിക്കൂട്ടൽ അല്ല, ഇത് ഒരു ആന്തരിക പ്രക്രിയയാണ്. അത് നിങ്ങൾ വിശ്വാസത്തോട് സ്ഥിരതയോട് കൂടി ചെയ്താൽ മാത്രമേ ഫലം നൽകുകയുള്ളൂ. ശരീരത്തിന് വ്യായാമം ആവശ്യമായതുപോലെ മനസ്സിന് ധ്യാനം ആവശ്യമാണ്. ഇതൊരു തിരഞ്ഞെടുപ്പല്ല, മാനസിക ശുചിത്വത്തിന്റെ അടിസ്ഥാനമാണ്. കുറച്ചു സമയം നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു ശാന്തമായിരിക്കുമ്പോൾ ചിന്തകളെ മനസ്സിലാക്കാൻ കഴിയുന്നു, ഓരോ ചിന്തയെയും മനസ്സിലാക്കാൻ കഴിയുന്നു. ഗൗതം ബുദ്ധൻ പറഞ്ഞു, നമ്മുടെ ഉള്ളിലെ തീ കെടുത്താൻ ഒരേ ഒരു വഴി ധ്യാനം മാത്രമാണെന്ന്. അദ്ദേഹം വർഷങ്ങളോളം മൗന പരീക്ഷണം നടത്തി, ചിന്തകളെ പരിശോധിച്ചു. ആ ആഴത്തിൽ നിന്നാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്, മനുഷ്യന്റെ ദുഃഖം ലോകത്തിന് പുറമേയുള്ള ഒരു കാരണം കൊണ്ടല്ല, മനസ്സിന്റെ അസ്ഥിരതയാണ് മനസ്സിന്റെ ഏറ്റവും വലിയ ശത്രു. ഈ ശത്രുവിനെ തോൽപ്പിക്കാനുള്ള ഏക വഴി ധ്യാനമാണ്. ബുദ്ധന്റെ അഭിപ്രായത്തിൽ ധ്യാനം നിങ്ങളെ ഒരു സാക്ഷിയാക്കുന്നു. നിങ്ങൾ ഒരു സാക്ഷിയാകുമ്പോൾ
നിങ്ങളുടെ ഭയത്തെയും നിങ്ങളുടെ ദേഷ്യത്തെയും വേദനയെയും പുറത്തുനിന്ന് കാണുവാൻ നിങ്ങൾക്ക് കഴിയും. ഈ അകലം തന്നെയാണ് മോചനത്തിന്റെ തുടക്കം. ഇന്ന് നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എത്ര സമയം ചെലവഴിക്കുന്നു, അതിൽ നിന്ന് വെറും 15 മിനിറ്റ് നമ്മൾക്ക് വേണ്ടി നമ്മുടെ മനസ്സ് തേടി അലയുന്നു. അതിൽ നിന്ന് വെറും 15 മിനിറ്റ് നമ്മൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിന് വേണ്ടി കൊടുത്താൽ നമ്മുടെ ജീവിതം എത്രത്തോളം മാറുമെന്ന് ചിന്തിച്ചു നോക്കുക. ധ്യാനം ചെയ്യാൻ ഒരു പ്രത്യേക സ്ഥലമോ പ്രത്യേക രീതിയോ ആവശ്യമില്ല. വെറുതെ ശാന്തത, നിങ്ങളെ കാണാനുള്ള ഒരു ആഗ്രഹം മാത്രം മതി. വേണമെങ്കിൽ കണ്ണടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിക്കാം, ഓം ഉച്ചരിക്കാം, അല്ലെങ്കിൽ മൗനമായിരിക്കാം. വഴി ഏതായാലും ഫലം ഒന്ന്. ശാന്തത, ആഴം, ഉള്ളിലെ ശക്തി. ശാന്തി പുറത്തല്ല, ഉള്ളിലാണെന്ന് ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നു. പരിഹാരം ആര് നൽകില്ല, നമ്മൾ സ്വയം കണ്ടെത്തണമെന്ന് ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കുന്ന കാലത്തോളം ഒരു കാര്യവും നമുക്ക് പൂർണ്ണമായി സംതൃപ്തി നൽകില്ലെന്ന് ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്നു. സമ്പത്തോ വിജയമോ ബന്ധമോ ഒന്നും. ധ്യാനം ഒരു ഒറ്റത്തവണ പരീക്ഷണമല്ല, ഇത് തുടർച്ചയായ ഒരു യാത്രയാണ്. ഈ യാത്രയെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരാണെന്ന് യഥാർത്ഥത്തിൽ അറിയുവാൻ തുടങ്ങും. ഈ ശരീരം മാത്രമല്ല ഈ ശരീരമല്ല, പേരല്ല, വ്യക്തിത്വമല്ല, മറിച്ച് ശുദ്ധമായ ബോധമാണ്, ശുദ്ധമായ ശക്തിയാണെന്ന തിരിച്ചറിവ് ലഭിക്കുന്നു. ഈ ബോധം വരുമ്പോൾ മനസ്സ് നിയന്ത്രണം ഒരു ജോലിയായി തോന്നില്ല, ഉത്കണ്ഠ ഉണ്ടാവില്ല, ഭയം ഓടിപ്പോകും, ഉള്ളിൽ ഒരു ശബ്ദമുണ്ടാകും, ഇപ്പോൾ നീ സ്വതന്ത്രനാണ്. ഫിസിക്കൽ എക്സസൈസ്. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിൽ നമ്മെ ക്ഷീണിപ്പിക്കുമ്പോൾ, ചിന്തകൾ കൂടുമ്പോൾ, സ്വന്തം മനസ്സിന്റെ ശബ്ദം പോലും കേൾക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ മാനസിക സമാധാനം തേടി അലയുന്നു. എങ്ങനെ ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ ബന്ധമുണ്ട്. മനസ്സിന് ചെയ്യുന്ന കാര്യങ്ങൾ ശരീരത്തിനും, ശരീരത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിനും ലഭിക്കുന്നു. ദിവസവും ഒരു 20 മുതൽ 40 മിനിറ്റ് വരെ നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണത്തിന് നമ്മളെ വളരെയേറെ സഹായിക്കും. ഈ ഫിസിക്കൽ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ചലനാത്മകമാക്കുന്ന ഏതുതരം പ്രവൃത്തിയായും ആകാം. അതായത് നടത്തമാകാം, ജോഗിങ് ആകാം. ഈ 5 കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നമുക്ക് നമ്മുടെ മനസ്സിന്റെ